പത്തനംതിട്ട കലഞ്ഞൂരിൽ പട്ടാപ്പകൽ ബൈക്ക് മോഷണം പോയി. ബൈക്കിന്റെ ഉടമ ശ്രീകുമാർ പോലീസിൽ പരാതിയും നൽകി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അവിടെ വന്നിരുന്ന ഒരു ബൈക്കിനെ ചുറ്റി വട്ടത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ. നോക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നോക്കിയപ്പോൾ ആരുമില്ല അവിടെ. അപ്പോൾ ബൈക്കിനടുത്തേക്ക് പതിയെ സമീപിക്കുന്നു. പതിയെ ആ സീറ്റിലൊന്ന് കയറിയിരുന്നു. ഒന്നും തിരിഞ്ഞു നോക്കുന്നു, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുന്നു. ഒരു കാലെടുത്ത് നൈസായിട്ട് ഇപ്പുറത്തോട്ട് ഇടുന്നു. അപ്പോൾ ഏതാണ്ട് മനസ്സിലായി, ആളില്ലെന്ന് മനസ്സിലായി. വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒറ്റ പോക്ക് പോവാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ ചാവിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന കാര്യം അറിയില്ല. എന്തായാലും വളരെ എഫക്റ്റീവായി ഏതെങ്കിലും തരത്തിൽ ആശങ്കകളില്ലാതെ ആളുണ്ടോ എന്ന് അതേസമയം നോക്കുന്നുണ്ട്. ആ ജാഗ്രത പാലിക്കുന്നുണ്ട്. ആശങ്ക വേണ്ട ജാഗ്രത എന്ന് പറയുന്ന പോലെ ജാഗ്രത പാലിച്ചുകൊണ്ട് ആശങ്കയില്ലാതെ വളരെ കൂളായി ആ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ചാവി അതിനകത്ത് ഉണ്ടായിരുന്നോ എന്തോ അതിൽ നിന്ന് കിക്ക് സ്റ്റാർട്ട് അടിച്ചപ്പോൾ തന്നെ സ്റ്റാർട്ടാവുകയും ചെയ്തു. ഷിജോ കുറിഞ്ഞിരുന്നു. ഷിജോ, നേരത്തെ നമ്മൾ ഒരു തൂക്കുവിളക്കിനെ ഓട്ടുവിളക്കിൻ്റെ കാര്യം പറഞ്ഞു. അതും CCTV കാണിച്ചു തന്നു. ഇതും CCTV വളരെ കൃത്യമായി കാണിക്കുകയാണ്. എല്ലാം കാണുന്ന ഒരാളുണ്ട് CCTV. ഷിജോ. അതെ ഹാഷ്മി, എല്ലാം കാണുന്ന ഒരാൾ ഉണ്ട്. അത് CCTV ആണ്. ആ CCTV അത് കൃത്യമായിട്ട് ഈ ഒരു മോഷണം പതിയുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒട്ടും ആശങ്കയില്ല, ഭയമില്ല. ജാഗ്രതയോടുകൂടി വെറും 50 സെക്കൻഡിൽ മാത്രം ദൈർഘ്യത്തിലാണ് ഒരാളുടെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. പത്തനംതിട്ട കലഞ്ഞൂരിലാണ് പട്ടാപ്പകൽ, അതായത് നട്ടുച്ചയ്ക്ക് 12:30 ഈ മോഷണം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരാൾ വന്ന് ബൈക്ക് പാർക്ക് ചെയ്യുന്നു. അവിടുന്ന് ഏതാണ്ട് സെക്കൻഡുകൾ മാത്രം ദൈർഘ്യത്തിൽ ആ ബൈക്കിൽ നിന്ന് ഇറങ്ങി സമീപത്തെ കടയിലേക്ക് പോകുന്നു. ആ സെക്കൻഡുകൾക്കുള്ളിലാണ് ഒരു യുവാവ് അവിടെ വന്ന് ഈ ബൈക്കിൽ കയറി ചുറ്റുമൊക്കെ നോക്കി യാതൊരു ഭയവും ആശങ്കയും ഇല്ലാതെ ബൈക്കുമായിട്ട് കടന്നു കളഞ്ഞത്. ഈ സംഭവത്തിൽ എന്തായാലും ബൈക്ക് ഉടമ ശ്രീകുമാർ കൂടൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CCTV ഉള്ളതുകൊണ്ട് അധികം വൈകാതെ തന്നെ മോഷ്ടാവിനെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പോലീസിനുമുണ്ട്. കഴിഞ്ഞിടയ്ക്കും സമാനമായിട്ടുള്ള മോഷണം ഈ കലഞ്ഞൂർ കൂടൽ പ്രദേശങ്ങളുണ്ടായിരുന്നു. അന്ന് പോയത് ഒരു ഗുഡ്സ് ഓട്ടോയുമായിട്ടാണ്. അന്ന് ഗുഡ്സ് ഓട്ടോ മോഷ്ടിച്ചിട്ട് പോയ കള്ളനെ പിടികൂടുകയും ചെയ്തു. അതിന് സമാനമായിട്ടുള്ള സംഭവമാണ് കലഞ്ഞൂർ നടന്നത്. മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് ഒരാളുടെ ബൈക്ക് ആ ഒരു പേടിയും കൂടാതെ മോഷ്ടിച്ചിട്ട് പോയി. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.